ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഒരുപാട് പേരായിട്ട് ക്ലാസ്സിൻ്റെ സമയം പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ നാളെ ഏതൊക്കെ ക്ലാസ്സുകളാണോ വരുന്നത്, അതിൻ്റെ സമയം, ടോപ്പിക്കിൻ്റെ പേര്, SCRT ചാപ്റ്റർ ഉണ്ടെങ്കിൽ ചാപ്റ്ററിൻ്റെ പേര് സഹിതം കൃത്യമായിട്ട് എത്ര ക്ലാസ്സുകൾ, 6 ക്ലാസ്സുകൾ വരുന്നുണ്ടെങ്കിൽ 6 ക്ലാസ്സുകളുടെയും സമയം, ഏതൊക്കെ ക്ലാസ്സുകളാണ് നാളെ വരുന്നത് എന്നുള്ളത് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം ക്ലാസ്സുകൾ വരുന്നത്. അതിനനുസരിച്ച് PDF നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം വഴിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലിഗ്രാമിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 6 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, PYQ ഡിസ്കഷൻ, കലാകായികം, സാഹിത്യം, സംസ്കാരം, ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ 6 ക്ലാസ്സുകൾ ഒരു ദിവസം നൽകുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ട് തയ്യാറാക്കിയിട്ട് കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് കാണാനിരിക്കുമ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാനായിട്ട്. റിവിഷൻ ടൈമിൽ നിങ്ങൾ ആ നോട്ട്ബുക്ക് വേണം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഇപ്പോൾ കേരള ഡിസ്ട്രിക്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറേ അധികം ഡിസ്ട്രിക്ട്സ് പഠിച്ചല്ലേ. അപ്പോൾ ബാക്കിയുള്ള 6 ഡിസ്ട്രിക്ട്സ് നമ്മളിപ്പോൾ മൊത്തമായിട്ട് 8 ഡിസ്ട്രിക്ട്സ് പഠിച്ചു. 2 ക്ലാസ്സുകളിലായിട്ട് 8 ജില്ലകളാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള 6 ജില്ലകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 14 ജില്ലകൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 6 ജില്ലകളാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 പാലക്കാട് പഠിക്കുന്നുണ്ട്, 2 മലപ്പുറം, 3 കോഴിക്കോട്, ദെൻ 4 വയനാട്, 5 കണ്ണൂർ, 6 കാസർഗോഡ്. ഇങ്ങനെ 6 ജില്ലകളാണ് നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വച്ചേക്കണം. ഓക്കെ, ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട 2ാമത്തെ ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുകളുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ്. അതുപോലെ ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായിട്ട് സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല എന്ന് പറയുന്നത് പാലക്കാടിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിസ്തീർണത്തിൽ 1ാം സ്ഥാനമുള്ള ജില്ല പാലക്കാട്. ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ജില്ല, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട 2ാമത്തെ ജില്ല, പട്ടികജാതിക്കാർ എണ്ണത്തിൽ കൂടുതലുള്ളതും പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. പരുത്തി ഉൽപ്പാദനത്തിൽ കേരളത്തിൽ 1ാമതുള്ള ജില്ല, അല്ലെങ്കിൽ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുകളുള്ള ജില്ല പാലക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ലയും ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയും പാലക്കാടാണെന്ന് ഓർത്തിരിക്കുക. 1921 ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? പാലക്കാട് ഒറ്റപ്പാലമാണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്താണ് 1921 ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയാവുന്നത്. ഇവിടെ നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഒരുപാട് തവണ ചോദിച്ചതാണ്. T പ്രകാശമാണ് കേട്ടോ. ആന്ധ്രയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള T പ്രകാശം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശമാണ് അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് ഒറ്റപ്പാലത്ത് അധ്യക്ഷത വഹിച്ചത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഞ്ചിക്കോടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്? കഞ്ചിക്കോട്. പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് കണ്ണാടി. പൂർണ്ണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് എവിടെയാ? ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല പാലക്കാട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി.
LED ഗ്രാമം പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുറിശിയാണ് കേട്ടോ, പെരിങ്ങോട്ട് കുറിശി. ഓക്കെ, ഇനി ഹരിശ്രീ ഗണപതായ നമ എന്നെഴുതി എഴുത്തിനിരുത്തുന്ന രീതി എഴുത്തച്ഛൻ ആദ്യമായി ആരംഭിച്ചത് ശോകനാശിനി പുഴയുടെ തീരത്തുള്ള ചിറ്റൂർ മഠത്തിൽ വച്ചിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഏത്? ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലം ഒറ്റപ്പാലമാണ്. സർക്കാർ ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ലേബർ ക്യാമ്പ് ആരംഭിച്ചത് അകത്തേത്തറയിലാണ്. ലേബർ ക്യാമ്പ് അകത്തേത്തറ. കേരളത്തിലെ ആദ്യത്തെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചത് എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ IIT എന്ന് പറയുന്ന പാലക്കാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അണുവിമുക്ത ഐസ്ക്രീം ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതും എവിടെയാണ്? പാലക്കാട്ടാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ശശി തരൂർ. അട്ടപ്പാടി പുത്തൂർ പഞ്ചായത്തിലെ ചാളയൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ മേൽക്കൂര സൗരോർജ്ജ നിലയം. 2015. ജനകീയ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണേത്? തൂതപ്പുഴയിൽ നിർമ്മിച്ച മീൻവല്ലം പദ്ധതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനകീയ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻവല്ലം പദ്ധതിയാണ്. മീൻവല്ലം പദ്ധതി ഏത് നദിയിലാണ്? തൂതപ്പുഴയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് ആയിട്ട് 2008 പ്രഖ്യാപിക്കപ്പെട്ടത് കൽപ്പാത്തി അഗ്രഹാരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് ഏതാണ്? കൽപ്പാത്തി അഗ്രഹാരം. ഇമ്പീരിയൽ സിവിൽ സർവീസിൽ അംഗമായ ആദ്യ മലയാളിയാണ് KPS മേനോൻ. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മങ്കരയാണ്. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മങ്കര. ഇന്ത്യയുടെ ബാഹ്യചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലവനായ ആദ്യ മലയാളി ആരാണ്? K. ശങ്കരൻ നായർ. റോയുടെ രണ്ടാമത്തെ മേധാവിയാണ് അദ്ദേഹം. മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഷൊർണൂരാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ 2016. പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് എവിടെയാ? മലമ്പുഴയിലെ ഫാന്റസി പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക്. കേരളത്തിൽ പൊതുമേഖലയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്താണ്. കേരളത്തിൽ പൊതുമേഖലയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മലമ്പുഴയിലെ ഫാന്റസി പാർക്ക്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ സ്ഥാപിച്ചത് എവിടെയാണ്? മലമ്പുഴയിലാണ്. പാസഞ്ചർ റോപ്പ് വേ സ്ഥാപിച്ചത് മലമ്പുഴ. മലബാറിലെ ആദ്യത്തെ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഓടി തുടങ്ങിയത് ഏത് റൂട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൊർണൂർ ടു കോഴിക്കോട് റൂട്ടിലാണ്. നഗരവികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നഗരമാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നമുക്കറിയാം മലമ്പുഴയാണ്. കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനുകളിൽ ഏറ്റവും വലുത് ഏതാ? അത് ഷൊർണൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പാലക്കാട് പറമ്പിക്കുളം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ് കേട്ടോ. സഹ്യൻ. കേരളത്തിലെ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാലും അത് പാലക്കാട് ചുരമാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാ? കുന്തിപ്പുഴയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണം കുറഞ്ഞ നദി, ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഉദ്യാനമാണ്. പാവങ്ങളുടെ ഊട്ടി ഏതാ? നെല്ലിയാമ്പതിയാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി.
മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നത് സൈലന്റ് വാലി. ഇതെല്ലാം ചോദിക്കുന്നതാണ് കേട്ടോ. സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈലന്റ് വാലി. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഉദ്യാനം. ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ. പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. പഴയ കാലത്ത് നാലുദേശം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ചിറ്റൂർ. ചിറ്റൂരാണ് നാലുദേശം എന്നറിയപ്പെട്ടിരുന്നത്. അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്ന കൽപ്പാത്തി ക്ഷേത്രമാണ്. അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത് കൽപ്പാത്തി ക്ഷേത്രമാണ്. തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യമാണ് പാലക്കാട്. തരൂർ സ്വരൂപം. കേരളത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം എവിടെയാണ്? പാലക്കാടാണ്. കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശി മംഗലമാണ്, പാലക്കാട്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രധാന പ്രദേശമാണേത്? ചിറ്റൂർ. ചിറ്റൂരിലാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണേത്? കറുത്ത മണ്ണ്. പാലക്കാട് ജില്ലയിലെ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥാപിക്കുന്ന സ്ഥലമാണ് കഞ്ചിക്കോട്. ജൈനിമേട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ് കേട്ടോ. ജൈനിമേട് എന്ന് പറയുന്ന കുന്ന്. മാമ്പഴ കൃഷിക്ക് പ്രസിദ്ധമായ പാലക്കാടൻ ഗ്രാമം ഏതാണ്? മുതലമടയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുതലമടയാണ് മാമ്പഴ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാണ്? തൂണക്കടവ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാണ്? തൂണക്കടവ്. കാട്ടുപോത്തുകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറമ്പിക്കുളമാണ്, നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? കഞ്ചിക്കോടാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം ഒലവക്കോടാണ് കേട്ടോ. ഒലവക്കോട്. JP സ്മൃതിവനം ആൻഡ് ഡിയർ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാളയാറിലാണ് കേട്ടോ. JP സ്മൃതിവനം ആൻഡ് ഡിയർ പാർക്ക് വാളയാർ. കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻ പാറയിലാണ് കേട്ടോ. മേനോൻ പാറയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും എന്തുണ്ട്? കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉണ്ട്. അപ്പോൾ പാലക്കാട് മേനോൻ പാറയിലും പത്തനംതിട്ടയിലെ തിരുവല്ലയിലും എന്തുണ്ട്? കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കഞ്ചിക്കോടാണ്. മലബാർ സിമൻസ് എവിടെയാ? വാളയാറിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിന്റെ കെട്ടുറപ്പ് എന്നതാണ് ഈ കമ്പനിയുടെ, മലബാർ സിമൻസിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എവിടെയാ? നെല്ലിയാമ്പതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാലക്കാട് ജില്ലയെക്കുറിച്ച്. നെക്സ്റ്റ് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് മലപ്പുറം. അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല ഏതാ? അത് മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല, ത്രിതല പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ള ജില്ല, സാക്ഷരരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പേർ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന, അതായത് പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയെല്ലാം ഏതാണ്? മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ അക്ഷയ പദ്ധതി ആരംഭിച്ചത്, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്, മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ളത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല, ഏറ്റവും കൂടിയ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ളത്, ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ളത്, സാക്ഷരരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്, ഇതെല്ലാം ജില്ലയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? അതും മലപ്പുറമാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് മലപ്പുറം. 2018 കേട്ടോ കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ഏതാണ്? നിലമ്പൂരിലെ കൊനോലീസ് പ്ലോട്ടാണ്. മലബാർ കളക്ടറായിരുന്ന HB കൊനോലിയാണ് ഇത് വികസിപ്പിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിനായി പരിശ്രമം നടത്തിയ വ്യക്തിയാണ് ചാത്തു മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ നിലമ്പൂരിലെ കൊനോലീസ് പ്ലോട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 ആരംഭിച്ചത് എന്നത് ഓർത്തിരിക്കുക. വർഷം എവിടെ മുതൽ എവിടം വരെയാ? തിരൂർ ടു ബേപ്പൂർ ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം, പള്ളിക്കൽ പഞ്ചായത്ത്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം ഏതാണ്? വെളിയന്തോടാണ് കേട്ടോ. വെളിയന്തോട്.
കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു കുടുംബശ്രീയുടെ സമാന സ്വഭാവമുള്ള സംരംഭം വേറെയും വന്നിട്ടുണ്ട്. പക്ഷേ കുടുംബശ്രീ എന്നൊരു നാമധേയത്വത്തോടു കൂടി ആ ഒരു പദ്ധതി ആരംഭിച്ചത് മലപ്പുറത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അത് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 ആരാ? പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? നിലമ്പൂരിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ K. ജയകുമാർ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മലബാറിലെ ആദ്യത്തെ വനിതാ കോളേജ് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് ആണ്. സേവന മികവിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് ഇത്? മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവേണൻസ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള നഗരസഭയാണ് തിരൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറത്തെ കുന്നുമ്മലിലാണ് എന്നതും ഓർത്തിരിക്കുക. ഇനി മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയാണ് 1903 വൈദ്യരത്നം PS വാര്യർ കോട്ടയ്ക്കൽ നിന്ന് ആരംഭിച്ച ധന്വന്തിരി. അത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർ സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആദ്യമായിട്ട് പ്രത്യേക കോടതി സ്ഥാപിച്ചത് എവിടെയാ? മഞ്ചേരിയിലാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ 2013 ആരംഭിക്കുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സാധ്യമാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മങ്കടയാണ് കേട്ടോ. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം മങ്കട. കേരളത്തിലെ ആദ്യമായിട്ട് എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഉപയോഗിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലം വേങ്ങരയാണ്. VVPAT സംവിധാനം ഉപയോഗിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലമാണ് വേങ്ങര. മലയാളം റിസർച്ച് സെന്റർ എവിടെയാണ്? തിരൂര്. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂർ. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായ്ക്കടുത്തുള്ള ചന്ദനക്കാവിലാണ്. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറമാണ്. ഈ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത് 1884 ഇതിന്റെ തുടക്കം. 1921 മലബാർ കലാപത്തെ തുടർന്ന് സൗത്ത് മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഹിച്ച്കോക്കിന്റെ ആശയപ്രകാരമാണ് ഈ 1921 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് പുനഃസംഘടിപ്പിച്ചത് എന്നത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തേങ്ങിപ്പാലമാണ് കേട്ടോ. തേങ്ങിപ്പാലം. അതിന്റെ ആപ്തവാക്യം നിർമായ കർമ്മണാശ്രീ. നിർമായ കർമ്മണാശ്രീ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ എവിടെയാണ്? തിരൂരിലാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ തിരൂരിൽ. ദുരന്തം സംഭവിച്ച വാഗണിന്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഓർത്തിരിക്കാം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. നമ്മൾ നേരത്തെ ഒരു മടക്കത്തറ പഠിച്ചല്ലേ, ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ആനയെ മതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് വരയ്ക്കുന്ന ഒരു ചിത്രം ഓർത്തിരിക്കാൻ ഇങ്ങനെയാണ് വല്ല വരയ്ക്കുക. അപ്പോൾ അതൊരു കശുവണ്ടിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം ഓർക്കാലോ. അപ്പോൾ ആനക്കയവും മടക്കത്തറയും. ആട്ടിയൻപാറ ജലവൈദ്യുത പദ്ധതി മലപ്പുറം ജില്ലയിലാണ്. ഇത് ജില്ലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് എന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ആഢ്യൻപാറ എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. ഓർത്തിരിക്കുക. കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരമാണ് കോഴിക്കോട്. വർഷം 2010 കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരമാണ് കോഴിക്കോട്. 1920 പ്രഥമ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. 1920 ഗാന്ധിജിയുടെ പ്രഥമ കേരള സന്ദർശനം നടക്കുന്നത്. അപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലമാണ് കോഴിക്കോട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോടാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കോഴിക്കോടാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കടലുണ്ടി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതിക സംരക്ഷണ പരിപാടിയാണ് എന്ത് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി, മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്, കുറ്റ്യാടി. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാ? ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായിട്ട് 3G മൊബൈൽ സംവിധാനം ലഭ്യമായത് കോഴിക്കോട്. ഗാന്ധിജിയുടെ പ്രഥമ കേരള സന്ദർശനത്തിൽ ഗാന്ധിജി പ്രസംഗം നടത്തിയത് കോഴിക്കോട് 1920. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഓർത്തിരിക്കുക, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓർത്തിരിക്കുക. അടുത്തത്, ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ആരാണ്? വില്യം മക്ലിയോഡ് ആണ്. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ആണ് വില്യം മക്ലിയോഡ്. കേരളീയർ ആദ്യമായി സിനിമാ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് കോഴിക്കോട്. കേരളീയർ ആദ്യമായിട്ട് സിനിമാ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകുളത്തൂരാണ്. ചെറുകുളത്തൂർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ടോയ്ലറ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കോഴിക്കോടാണ് കേട്ടോ. ആദ്യത്തെ ഇലക്ട്രോണിക് ടോയ്ലറ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങലാണ്. ഇരിങ്ങൽ. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ കരകൗശല ഗ്രാമം, കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുന്നു കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കേട്ടോ. മനുഷ്യർ ഇരുന്നു കൊണ്ടാണ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. കരകൗശല ഗ്രാമം ഇരിങ്ങലാണ്. ഇരിങ്ങൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് കുന്നമംഗലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം. ഇനി കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ വില്യം മക്ലിയോഡ് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ടോയ്ലറ്റ് സ്ഥാപിക്കപ്പെട്ടത് കോഴിക്കോട് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് കുന്നമംഗലം ഓർത്തിരിക്കുക. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് ചെറുകുളത്തൂറാണ്. ഇത് പെരുവയൽ പഞ്ചായത്തിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന ഗ്രാമം, അതിനു മുന്നേ നമ്മളൊരു ഗ്രാമം പഠിച്ചല്ലോ ചെറുകുളത്തൂറിനെ കുറിച്ച്. എന്തുവാണ് പഠിച്ചത്? നേത്രദാന ഗ്രാമം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടതും ചെറുകുളത്തൂരാണ്, ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥാപിച്ചത് കോഴിക്കോട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥാപിച്ചത് കോഴിക്കോട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചരിത്ര മ്യൂസിയം എവിടെയാ? കോഴിക്കോട് കുന്നമംഗലത്താണ്. അപ്പോൾ കോഴിക്കോട് കുന്നമംഗലത്ത് നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് കുന്നമംഗലമാണ്. അതുപോലെ ബിസിനസ് ചരിത്ര മ്യൂസിയവും കോഴിക്കോട് കുന്നമംഗലത്താണ്. മലബാറിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് എവിടെയാണ്? വെള്ളിമാട് കുന്നിലാണ് മലബാറിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക്. സൈനിക സ്കൂൾ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോനാണ്, ഓർത്തിരിക്കുക കേട്ടോ. സൈനിക സ്കൂൾ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോനാണ്. മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT ഭാസ്കര പണിക്കർ ആയിരുന്നു. മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് PT ഭാസ്കര പണിക്കർ.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ കെ ഭാസ്കരൻ നായർ ആയിരുന്നു. അത് ഓർത്തിരിക്കുക കേട്ടോ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ കെ ഭാസ്കരൻ നായർ. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കെ കേളപ്പനെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ്. അഖിലേന്ത്യാ തലത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോബാ ഭാവെയാണ്. വിനോബാ ഭാവെ. അപ്പൊ 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് വിനോബാ ഭാവെ. മലബാറിൽ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു അബ്ദുൾ റഹ്മാൻ ആലി രാജ. മലബാറിൽ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? അബ്ദുൾ റഹ്മാൻ ആലി രാജ. ഒരു പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ 1973 ഒക്ടോബർ 27 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സ്വദേശിനി പത്മിനി അമ്മയായിരുന്നു സ്റ്റേഷന്റെ ചുമതല വഹിച്ച ആദ്യത്തെ വനിതാ സബ് ഇൻസ്പെക്ടർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എപ്പോഴാണ്? 1973 ഒക്ടോബർ 27 ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അവിടുത്തെ ആദ്യത്തെ വനിതാ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള പത്മിനി അമ്മ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് കോഴിക്കോട് ആസ്ഥാനമായി അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. എപ്പോൾ? 1899. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. അതിന്റെ ആസ്ഥാനം കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. സ്ഥാപിച്ച വർഷം 1899. തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കാണിത്. 2003 നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണലിൽ ലയിച്ചു. ഓക്കെ. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2003. സ്ഥാപിച്ചത് എപ്പോഴാണ് നെടുങ്ങാടി ബാങ്ക്? 1899. 1899 കോഴിക്കോട് സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ബാങ്ക്. സ്ഥാപകൻ ആരാണ്? TM അപ്പു നെടുങ്ങാടി. ഇത് ഓർത്തിരിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 1899 സ്ഥാപിതമാവുന്നത്. സ്ഥാപകൻ ആരാ? TM അപ്പു നെടുങ്ങാടി. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷമാണ് 1920. നമ്മൾ പറഞ്ഞു അന്ന് ഗാന്ധിജി പ്രസംഗം നടത്തിയത് കോഴിക്കോടാണ് അല്ലേ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി വന്നത്? ഖിലാഫത്ത് സമര പ്രചാരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം ഖിലാഫത്ത് സമര പ്രചാരണാർത്ഥമാണ്. വന്നത് 1920. പ്രസംഗം നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ്. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി കേരള ഘടകത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് കോഴിക്കോട്ട് വെച്ചിട്ടാണ്. കെ കേളപ്പനായിരുന്നു അധ്യക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 1952 KPCCയെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതായത് MPCC, തിരുകൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. MPCCയുടെ ആദ്യത്തെ അധ്യക്ഷ AV കുട്ടിമാളു അമ്മയായിരുന്നു. തിരുകൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? KR ഇലങ്കത്തായിരുന്നു. അപ്പൊ 1952 KPCCയെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതായത് MPCC, തിരുകൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചു. ഓക്കെ. KPCCയെ എങ്ങനെ തിരിച്ചു? മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുകൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് വിഭജിച്ചു. ഇതിൽ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? AV കുട്ടിമാളു അമ്മയും തിരുകൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് KR ഇലങ്കത്തുമാണ്. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ നിലവിൽ വന്നത് കോഴിക്കോട്ടാണ്. ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ കോഴിക്കോട്ട്. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമായത് കോഴിക്കോട്ടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് പെരുമണ്ണ. ജലനയം പ്രഖ്യാപിച്ചത് പെരുമണ്ണ. സഹകരണ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ IT സംരംഭം സ്ഥാപിച്ചത് കോഴിക്കോട്ടാണ്. ഊരാളുങ്കൽ IT പാർക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഓട് ഫാക്ടറി സ്ഥാപിച്ചത് ബാസൽ മിഷൻകാരാണ്. ഓക്കെ. ഓട് ഫാക്ടറി കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് ആരാണ്? ബാസൽ മിഷൻകാരാണ്. ഇത് മാംഗ്ലൂർ പാറ്റേൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോഴിക്കോട്ട് ഒരു ഓട് കമ്പനി സ്ഥാപിതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1873 കോഴിക്കോട്ട് ഒരു ഓട് കമ്പനി സ്ഥാപിതമാവുന്നത്. UPSC അംഗമായ ആദ്യ മലയാളി, ഇമ്പോർട്ടൻ്റ് ആണ്, ഡോക്ടർ KG അടിയോടിയാണ് UPSC അംഗമായ ആദ്യത്തെ മലയാളി.
കേരളത്തിലെ ആദ്യത്തെ മാൻഗ്രോവ് മ്യൂസിയം എവിടെയാ? കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ മാൻഗ്രോവ് മ്യൂസിയം കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമമാണ് കോഴിക്കോട് ജില്ലയിലെ പനങ്ങാട് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ പനങ്ങാടാണ്. പനങ്ങാട് ഖാദി ഗ്രാമം, ആദ്യത്തെ ഖാദി ഗ്രാമം. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. 2018 കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി VK കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ല്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ്, അതായത് നിർദ്ദേശി എവിടെയാണ്? ചാലിയമാണ്. ചാലിയം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ ഡീസൽ വൈദ്യുത നിലയം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? നല്ലളമാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ഡീസൽ വൈദ്യുത നിലയം സ്ഥാപിച്ചിരിക്കുന്നത് നല്ലളമാണ്. ഇത് കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ്. ആദ്യത്തേത് ഏതാണ്? എറണാകുളത്തെ ബ്രഹ്മപുരമാണ് കേട്ടോ. ബ്രഹ്മപുരം. മലബാറിലെ ആദ്യത്തെ ഡീസൽ നിലയമാണ് ഈ നല്ലളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കോഴിക്കോടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വയനാടിനെ കുറിച്ചാണ്. വയനാടിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. കേരളത്തിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയും വയനാടുമാണ്. കേരളത്തിൽ റെയിൽവേ ലൈനുകൾ ഇല്ലാത്തത് ഇടുക്കി, വയനാട്. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്നു. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാ? വയനാടാണ്. കേരളത്തിൽ വില്ലേജുകൾ ഏറ്റവും കുറവ്, ഏറ്റവും കുറച്ച് അസംബ്ലി മണ്ഡലങ്ങളുള്ളത്, ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത്, ഏറ്റവും കുറവ് വാഹനങ്ങളുള്ളത്, ഏറ്റവും കുറവ് നഗരവാസികളുള്ളത്. അപ്പോൾ ഈ കുറവെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറവ്, റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലയാണ് ഇടുക്കി, വയനാട്. ദെൻ തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന ജില്ല. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? ഏറ്റവും കുറവ് നഗരസഭ, ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും കുറവ് വില്ലേജുകൾ, ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങൾ, ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഏറ്റവും കുറവ് വാഹനങ്ങൾ, ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ലയും ഏതാണ്? വയനാട് ജില്ലയാണ്. ഇനി അടുത്തത് കൂടുതലാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയും ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുമുള്ള ജില്ലയാണ് വയനാട്. ഓക്കെ, ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയും ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുമുള്ള ജില്ലയാണ് വയനാട്. ഇനി സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല, പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല, സാക്ഷരരുടെ എണ്ണം ഏറ്റവും കുറവുള്ള ജില്ല, പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല. അപ്പൊ ഇവിടെ കേരളത്തിൽ സാക്ഷരത കുറവുള്ളത്, പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത്, സാക്ഷരരുടെ എണ്ണം ഏറ്റവും കുറവുള്ളത്, പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് മൈക്രോ ഹൈഡൽ പ്രോജക്റ്റ് ആരംഭിച്ച ജില്ലയാണ് വയനാട്. വനവിസ്തൃതിയിൽ കേരളത്തിൽ 2ാം സ്ഥാനമാണ് വയനാടിനുള്ളത്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവിവാഹിതരായ അമ്മമാരുള്ള ജില്ല വയനാടാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യ ഉള്ളത്, ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത്, അതുപോലെ ഏറ്റവും കുറവ് സാക്ഷരത ഉള്ളത്, പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത്, സാക്ഷരരുടെ എണ്ണം ഏറ്റവും കുറവുള്ളത്, പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളത്, കേരളത്തിൽ ആദ്യമായിട്ട് മൈക്രോ ഹൈഡൽ പ്രോജക്റ്റ് ആരംഭിച്ച ജില്ല, വനവിസ്തൃതിയിൽ കേരളത്തിൽ 2ാം സ്ഥാനമുള്ള ജില്ല, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവിവാഹിതരായ അമ്മമാരുള്ള ജില്ല, ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇനി രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല വയനാടാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതർ ഏറ്റവും കുറവ് വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് ബാലവേല നടക്കുന്നത് എവിടെയാണ്? വയനാടാണ്. കുരുമുളക് ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തിലുള്ള ജില്ല, കുരുമുളക് ഉൽപാദനത്തിൽ 2ാം സ്ഥാനം വയനാടിനാണ്. കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം വയനാടിനാണ്. കേരളത്തിൽ ഇഞ്ചി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം, കാപ്പി, ഇഞ്ചി എന്നിവയുടെ സ്ഥാനത്തിൽ 1ാം സ്ഥാനവും കുരുമുളക് ഉൽപാദനത്തിൽ 2ാം സ്ഥാനവുമാണ്. കേരളത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ലയാണ് വയനാട്. വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് അമ്പലവയൽ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഇത് എടവക എന്ന് പറയുന്നത്. കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് PK ജയലക്ഷ്മി 2011. കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ല ഏതാണ്? അത് വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ല വയനാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ കുറിച്യ കലാപമാണ്. 1812 നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ച ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാ? വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഇമ്പോർട്ടൻ്റ് ആണ്, മീനങ്ങാടിയാണ് കേട്ടോ. കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ്? പൂക്കോട് തടാകം. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടാണ് ഈ ബാണാസുര സാഗർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടാണ് ഏത്? ബാണാസുര സാഗർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് താലൂക്കുകളുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് താലൂക്ക് ഏതൊക്കെയാ? വൈത്തിരി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഇതാണ് അവിടെയുള്ള കേരളത്തിൽ ഏറ്റവും കുറച്ച് താലൂക്കുകളുള്ള ജില്ല വയനാട്. ഏതൊക്കെയാ താലൂക്കുകൾ? വൈത്തിരി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? മീൻമുട്ടി എവിടെയാണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക കേട്ടോ. വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? കബനി നദിയിലെ കുറുവയാണ് ഏറ്റവും വലിയ നദീദ്വീപ്. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയാണ് PK ജയലക്ഷ്മി, നമ്മൾ നേരത്തെ പറഞ്ഞു. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടലാണ്. അപ്പോൾ കാപ്പിയൊക്കെ നമ്മൾ ചുണ്ടിൽ വെച്ചിട്ടാണ് കുടിക്കാന്ന് ഓർത്ത് കഴിഞ്ഞാൽ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ കിട്ടിക്കോളും. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. അപ്പോൾ അമ്പലവയൽ എന്ന് പറയുമ്പോൾ ഈ വയലിലൊക്കെയാണ് ഇഞ്ചി കൃഷി ചെയ്യാന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയൽ. പഴശ്ശിരാജ സ്മൃതി കുടീരം എവിടെയാണ്? മാനന്തവാടിയാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പഴശ്ശിരാജ സ്മൃതി കുടീരം മാനന്തവാടി. തലക്കൽ ചന്തു സ്മാരകം പനമരമാണ്. പനമരം. കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് ജില്ലയിലാണ്. അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് എവിടെയാ? കൽപ്പറ്റയിലാണ്. റീജിയണൽ കോഫി റിസർച്ച് സ്റ്റേഷൻ ചുണ്ടയിലാണ്. അപ്പോൾ കോഫിയും ചുണ്ടുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് വയനാട് ജില്ലയെക്കുറിച്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ്. ഏറ്റവും കുറവുള്ള ജില്ല. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ലയാണ് കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല. ഭൂരഹിതരില്ലാത്ത ജില്ല ഇന്ത്യയിലെ തന്നെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ കശുവണ്ടി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. ബീഡി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കേരളത്തിലെ 6ാമത്തെ കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും വടക്കുള്ള കോർപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം 1847 നിന്ന് എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിന്നാണ്. കേരളത്തിൽ ആദ്യമായിട്ട് അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം തലശ്ശേരി മിഷൻ പ്രസ്. കേരളത്തിൽ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പരിയാരം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ്. ബീഡി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ 6ാമത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും വടക്കുള്ള കോർപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം തലശ്ശേരി മിഷൻ പ്രസ്. കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പരിയാരം.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത് എവിടെയാണ്? ശ്രീകണ്ഠാപുരമാണ് കേട്ടോ. ഇന്ത്യയിലെ ഇ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം. കണ്ണൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? അബ്ദുൾ റഹ്മാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്ന സ്ഥലം ഇരിണാവിലുള്ള മടക്കരയാണ്. ആദ്യത്തെ സങ്കര കുരുമുളക് ഇനമാണ് പന്നിയൂർ. ഇമ്പോർട്ടൻ്റ് ആണ്. നിയമസഭാംഗമാകാതെ മന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് കെ മുരളീധരൻ. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ കലാഗ്രാമം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കണ്ണൂരിലാണ്. ശ്രീനാരായണ ഗുരു മലബാറിൽ ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. ഇനി 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് മാങ്ങാട്ടിടം. 2 തവണയാണ് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ആര് നേടുന്നത്? മാങ്ങാട്ടിടം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് നേടുന്നത്. തിരിച്ചറിയൽ കാർഡ് നിർബന്ധിതമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനമാണ് മട്ടന്നൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിച്ചത് ഇരിണാവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനി ഏതാണ്? 1904 ആരംഭിച്ച മലബാർ ഗ്രാൻഡ് സർക്കസ് ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ചത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബാണ് 1860 തലശ്ശേരിയിൽ സ്ഥാപിതമായ ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഉത്തര കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഏത്? ബ്രണ്ണൻ കോളേജ്. തലശ്ശേരിക്കടുത്ത് ധർമ്മടം എന്ന സ്ഥലത്ത് 1862 എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ച സ്കൂളാണ് 1890 കോളേജായിട്ട് ഉയർന്നത്. 2004 കേരള സർക്കാർ ഈ കോളേജിന് എന്ത് നൽകി? സർവകലാശാല പദവി നൽകി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? കണ്ണൂർ സ്വദേശിയായിട്ടുള്ള CK ലക്ഷ്മണൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. CK ലക്ഷ്മണൻ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണെന്ന് ഓർത്തിരിക്കുക. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹർഡിൽസിലാണ് അദ്ദേഹം പങ്കെടുത്തത്. കണ്ണൂർ ജയിലിലാണ് കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേരളീയനാണ് മൂർക്കോത്ത് രാമുണ്ണി. മൂർക്കോത്ത് രാമുണ്ണി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലെ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലെ ചിറക്കൽ. ഈ മന്ദിരത്തിന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? ചെറുശ്ശേരിയുടേതാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കലാണ്. ചിറക്കൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? ചെറുശ്ശേരിയുടേതാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. മലബാർ ക്യാൻസർ സെന്റർ എവിടെയാ? കണ്ണൂരാണ്. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം തവക്കര. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം. ക്ഷേത്രകലാ അക്കാദമി മാടായിക്കാവ്. വിസ്മയ തീം പാർക്ക് കണ്ണൂർ ജില്ല. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് കണ്ണൂർ ജില്ല. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ പേരിലുള്ള അക്കാദമി ഭരണശ്ശേരിയിലാണ്. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ണൂരുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. വടക്കേ അറ്റത്തുള്ള ജില്ല. ഏറ്റവും ഒടുവിൽ രൂപീകൃതമായിരുന്ന ജില്ല. ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ള 2ാമത്തെ ജില്ല. തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന ജില്ല. ഇന്ത്യയിലെ 2ാമത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല. സപ്തഭാഷ സംഗമി, അതായത് മലയാളം, കന്നഡ, തുളു, ബ്യാരി, കൊങ്കണി, ഉറുദു, ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ്. സുരംഗ കിണറുകൾ കാണപ്പെടുന്നു. റിസർവ് വനം ഏറ്റവും കുറവുള്ള 2ാമത്തെ ജില്ല. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. വടക്കേ അറ്റത്തുള്ള ജില്ല. ഏറ്റവും ഒടുവിൽ രൂപീകൃതമായത്. ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ളത്. തുളു ഭാഷ സംസാരിക്കപ്പെടുന്നു. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നു. യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ഏക ജില്ല. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല. റിസർവ് വനം ഏറ്റവും കുറവുള്ള 2ാമത്തെ ജില്ല. ഇനി 1ാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് M ഉമേഷ് റാവു. മഞ്ചേശ്വരംകാരനാണ്. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. ആദ്യത്തെ ജൈവഗ്രാമം സ്ഥാപിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിലാണ്. ഓർത്തിരിക്കുക. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് ഇത്? തൃക്കരിപ്പൂർ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് തൃക്കരിപ്പൂർ. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്താണ് ഇത്? മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനമാണ് കാഞ്ഞങ്ങാടിന് സമീപമുള്ള കരീംസ് ഫോറസ്റ്റ്. ഇനി കേരളത്തിലെ
അതുപോലെ ഇന്ത്യയിലെയും ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് പീലിക്കോടാണ്. ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് പീലിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരം എന്നറിയപ്പെടുന്നത് നീലേശ്വരം. കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണ്? അതും മഞ്ചേശ്വരമാണ്. കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പളക്കായൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം. ഏറ്റവും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം നദിയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തേത് കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരം നീലേശ്വരം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എന്നറിയപ്പെടുന്നത് ബേക്കൽ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? തലപ്പാടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ പ്രയോഗത്തിലുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വില്ലേജ് ഏതാണ്? കുഞ്ചത്തൂർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം. കേരളത്തിൽ സ്ഥാപിതമായ കേന്ദ്രീയ സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡാണ് കേട്ടോ. കേരളത്തിൽ സ്ഥാപിതമായ കേന്ദ്രീയ സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കാസർഗോഡ്. ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം കാസർഗോഡ്. സ്വാമി രാംദാസ് ആണ് ഈ 1931 ആനന്ദാശ്രമം സ്ഥാപിച്ചതെന്ന് ഓർത്തിരിക്കുക. തുളു അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ഓക്കെ, അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ 4 ജില്ലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 14 ജില്ലകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള അടുത്ത ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്